ട്രോമ നിറയെ ഇപ്പം കേൾക്കുന്നൊരു വാക്കാണ് ട്രോമ എന്നല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ജനറേഷൻ. നമ്മളുടെയൊക്കെ ഒരു സമയം, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ പാരൻസിൻ്റെയൊക്കെ സമയത്ത് അവർക്ക് ട്രോമ എന്ന് പറയുന്നൊരു വാക്കിനെ പറ്റി പോലും അത്രയും ഒരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു ടൈം ഓക്കെ, അതൊരു 3-4 വർഷം ആവുന്നേ ഉള്ളൂ നമ്മൾ കൂടുതലും ഈ ട്രോമേനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നതും അതിൻ്റെ ബിഹൈൻഡ് നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ അവെയർ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്ന് മാർക്ക് കുറഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായാലോ, ഒരു അസുഖം വന്നാലോ, എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ തന്നെ അവരതിനെ ട്രോമയായിട്ടും ഞാൻ ട്രോമയടിച്ചു, ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി എന്നുള്ളൊരു വാക്ക് അവർ കൂടുതൽ ഉപയോഗിക്കുന്നു. സോ നമ്മുടെ വാക്കുകൾ ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ മാനിഫെസ്റ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ട്രോമ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ഉപയോഗിക്കുന്നു. നമ്മൾ മോശമൊന്നുമല്ല, നമ്മളും ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് അതിനെ നമുക്ക് ജോയ് ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും അബണ്ടൻസ് ആയിട്ടും അതിനെയൊക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തുകൂടാം. ബിക്കോസ് നമ്മൾ ആ പറയുന്ന വാക്ക് ഇറ്റ് സെൽഫ് വിൽ മാനിഫെസ്റ്റ്. അപ്പോൾ നമ്മൾ ട്രോമ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത എത്ര മാത്രമാണ്. സോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വാക്കായിട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൂടാം. സോ എല്ലാ ട്രോമ, ഇപ്പം ഞാൻ അത് തന്നെ പറയാം, എല്ലാ ട്രോമയ്ക്ക് പിന്നിലും ഒരു ലെസൺ ഉണ്ട്, അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ല, നമ്മൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. സോ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മളുടെ വാക്കുകളുടെയും ആ ചിന്തകളെയും നമുക്ക് റീപ്ലേസ് ചെയ്തുകൂടാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു തോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. സോ നമുക്ക് നല്ല നല്ല വാക്കുകളായിട്ട് നമുക്ക് വരുന്ന നെഗറ്റീവ് ടേംസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. സോ ഇതാണ് മാനിഫെസ്റ്റേഷൻ. നമ്മളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആവും. സോ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് മാറ്റാം. താങ്ക് യു.